ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ പഠിപ്പിസ് മീഡിയ. നമ്മളിപ്പോൾ ഓൾറെഡി എന്നെ പറ്റിയുള്ളതും ഞാൻ തന്ന 2-3 ടിപ്സും ഒക്കെ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ്, ജാം ഇങ്ങനത്തെ ഒരുപാട് എക്സാംസിന് നിങ്ങൾ 12th വരെ പഠിച്ചതുപോലെ പഠിച്ചാൽ പോരാ. അതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ പുറകിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് നെറ്റ് എക്സാം ഒക്കെ പോലുള്ള എക്സാംസിന് പാർട്ട് എ, ബി, സി എന്ന് പറയുന്ന 3 സെക്ഷനായിട്ടാണ് എക്സാംസ് നടക്കുക. അപ്പോൾ പാർട്ട് സിയിലൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൻ്റെ പുറകെയുള്ള ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ചാണ് ഞാനും തുടങ്ങാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും DNA പറ്റി അറിയാം. DNA പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബയോളജി പഠിച്ചവർക്ക് അല്ലെങ്കിൽ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ DNA എന്താണ്, RNA എന്താണ്, പ്രോട്ടീൻ എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം. എങ്കിൽ പോലും DNA പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ മറ്റൊരു ലെക്ചർ ഇടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DNA ഉണ്ടാക്കിയിരിക്കുന്നത്, DNA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മെയിനായിട്ടും 4 ഡിഫറെൻറ്റ് ന്യൂക്ലിയോടൈഡ്സ് ഉപയോഗിച്ചാണ്. അഡെനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ. ഇവയെ 2 ഗണങ്ങളായിട്ട് നമുക്ക് തിരിക്കാം: പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. ഇതിൽ പ്യൂരിൻസിനകത്ത് പെടുന്നവയാണ് അഡെനിൻ ആൻഡ് ഗ്വാനിൻ. പിരമിഡിൻസിനകത്ത് പെടുന്നവയാണ് തൈമിൻ ആൻഡ് സൈറ്റോസിൻ. ഈ ഓരോ മോളിക്യൂൾസിൻ്റെയും സ്ട്രക്ചർ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഐഡിയ വേണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സ്ട്രക്ചറൽ പൊസിഷൻസ് അനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഒരുപാടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. സോ അറിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. സോ ഇന്ന് നമുക്ക് പ്യൂരിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നതിനെ പറ്റി നോക്കാം. അഡെനിൻ, ഗ്വാനിൻ എന്നതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ എന്താണെന്ന് ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്യൂരിൻസിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ടത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സ്ട്രക്ചർ നിങ്ങളെല്ലാവരും കാണാപ്പാഠം പഠിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കണം. കാരണം ഈ ഒരു ബേസിക് സ്ട്രക്ചർ അറിയാമെങ്കിൽ അഡെനിൻ്റെയും ഗ്വാനിൻ്റെയും സ്ട്രക്ചർ അറിയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവത്തില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്യൂരിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 2 റിങ്ങുകൾ ചേർന്നുള്ള ഒരു സ്ട്രക്ചറാണിത്. ഇതിൻ്റെ നമ്പറിങ് നിങ്ങൾക്ക് എല്ലാവർക്കും 12th സ്റ്റാൻഡേർഡിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി നമ്പറിങ് ക്രൈറ്റീരിയ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അത് ഓർമ്മയില്ലാത്തവരുണ്ടെങ്കിൽ IUPAC അനുസരിച്ചുള്ള ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ നമ്പറിങ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസും ലെക്ചേഴ്സും ഒക്കെ കാണാൻ സാധിക്കും. അതൊന്ന് കാണുകയാണെങ്കിൽ ഈ കൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയറായി കിട്ടും. ഈ ബേസിക് സ്ട്രക്ചർ നമ്പർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. നൈട്രജൻ നിന്നും തുടങ്ങി 1, 2, 3, 4, 5, 6, അടുത്ത റിങ്ങിൽ 7, 8, 9. അപ്പോൾ ഈ ഒരു വരച്ചേക്കുന്ന ഈ ബോക്സിനകത്തുള്ള ഈ ഫിഗർ നിങ്ങൾ ഉറപ്പായിട്ടും കാണാപ്പാഠം പഠിച്ചിരിക്കുക. എങ്കിൽ അഡെനിൻ്റെയും ഗ്വാനിൻ്റെയും എങ്ങനെയാവും നമുക്ക് നോക്കാം. ഈ ഒരു സ്ട്രക്ചറിലെ ബാക്കി എല്ലാ കമ്പോണൻസും സെയിം ആണ്. പക്ഷേ ഒരേ ഒരു വ്യത്യാസം മാത്രം. 6th പൊസിഷനിൽ ഒരു അമിനോ ഗ്രൂപ്പ് വന്നാൽ ഈ മോളിക്യൂളിൻ്റെ പേരെന്താവും? 6 അമിനോ പ്യൂരിൻ. അതാണ് അഡെനിൻ എന്ന് അറിയപ്പെടുന്നത്. ആ സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതേ ബേസിക് സ്ട്രക്ചറിനെ ഞാൻ കോപ്പി ചെയ്തു. അതിൻ്റെ 6th പൊസിഷനിൽ ഞാനൊരു അമിനോ ഗ്രൂപ്പിനെ കൊടുത്തിരിക്കുന്നു. ഇതാണ് 6 അമിനോ പ്യൂരിൻ അല്ലെങ്കിൽ അഡെനിൻ. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ? ഈ ബേസിക് സ്ട്രക്ചർ അറിഞ്ഞിരിക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അഡെനിൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. സിമിലർലി ഇതേ ബേസിക് സ്ട്രക്ചറിലെ 6th പൊസിഷനിൽ ഒരു ഓക്സിജൻ വന്നു. 2nd പൊസിഷനിൽ ഒരു അമിനോ ഗ്രൂപ്പ് വന്നു. ഇതിനെ നമ്മൾ 2 അമിനോ 6 ഓക്സോ പ്യൂരിൻ എന്ന് വിളിക്കുന്നു. അതാണ് ഗ്വാനിൻ. ഇതിൽ യാതൊരു പാടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് എവിടെയാണെന്നുള്ളത് കൃത്യമായി നോക്കി വരയ്ക്കണം, വാലൻസി നോക്കി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. കാർബണിൻ്റെ വാലൻസി 4 ആണെന്നറിയാം. അപ്പം ഓരോ തവണ നമ്മൾ ഡബിൾ ബോണ്ട് വരയ്ക്കുമ്പോഴും കാർബണിൻ്റെ വാലൻസി കൂടെ ഒന്ന് എണ്ണിക്കൊള്ളുക. ഇവിടെ ഫസ്റ്റ് കാർബണിൽ 1, 2, 3, പിന്നെ ഒരു ഹൈഡ്രജൻ കാണും,
അത് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി റെപ്രസെൻറ്റേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 2 സ്ട്രക്ചേഴ്സും എങ്ങനെയാണ് ഈ ബേസിക് സ്ട്രക്ചറിൽ നിന്നും ഡെഡ്യൂസ് ചെയ്യുന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള അധികം വീഡിയോസ് ഒന്നും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല, ലെക്ചേഴ്സും ഒന്നും. അപ്പോൾ ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ലെക്ചറിൽ പിരമിഡൻസിൻ്റെ സ്ട്രക്ചർ സിമിലർ വേയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ DNA ഒരു ബേസിക് കമ്പോണൻ്റ് ആയിട്ടുള്ള പ്യൂരിൻസിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ലെക്ചറായിട്ട് നമുക്ക് കാണാം. ബൈ. താങ്ക് യു.